സംസ്ഥാനത്ത് ഇന്നും പാമ്പ് കടിയേറ്റ 2 പേർ മരിച്ചു. ഒരു ഭാഗത്ത് പാമ്പിന്റെ കടി, മറുഭാഗത്ത് പാട്ടിന്റെ അടി. അതെ, പറഞ്ഞു വരുന്ന നന്ദഗോവിന്ദം ഭജൻസ് പാടിവെച്ച പാട്ടിന്റെ വിമർശനങ്ങളെക്കുറിച്ചാണ്. പാമ്പ് വിഷം ചീറ്റുന്ന പോലെ തന്നെ മനുഷ്യരും തമ്മിൽ വിഷം ചീറ്റുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത്. ആമാശയത്തിൽ വെറുപ്പ് മാത്രം നിറച്ച കുറച്ച് മനുഷ്യവിരുദ്ധർ അവരുടെ അട്ടിപ്പേർ ഞങ്ങൾക്കെന്നാണ് വർഗീയം നാറുന്ന വർത്താനം. ആ ക്ഷേത്രത്തിന് പുറത്തൊരു പരിപാടിയിൽ ആ നാട് ചോരയിൽ പേറുന്ന സെക്കുലർ പൈതൃകത്തിന് ട്രിബ്യൂട്ടായ ഒരു ക്രൈസ്തവ ഗാനം പാടിയതാണ് ഈ വേട്ടയ്ക്കുള്ള മഹാപരാധം. അങ്ങ് മാളം വിട്ടിറങ്ങിയിലെ മൂർഖനും വെള്ളിക്കെട്ടൊന്നുമല്ല, രാജവമ്പാലെ തോൽപ്പിക്കുന്ന വിഷപ്പാമ്പുകളുടെ ആർത്തുവളയാട്ടം 10 ചെടി താക്കണം. ദുഷ്ടലക്ഷ്യങ്ങളുടെ മുടിഞ്ഞ പടയാണ് അഗ്രസീവ് ലക്ഷ്യം. നാടിന്റെ സമാധാനത്തിന് വായ്ക്കരി. ഇതൊക്കെ തടുക്കാമെങ്കിൽ തടുക്ക്. വെറുപ്പിന്റെ കൂട്ടങ്ങളെ ആ കാഴ്ച കണ്ടങ്ങ് വല്ലാത്ത പരവേശമെങ്കിൽ കിടക്കപ്പുറതിയില്ലെങ്കിൽ മഞ്ഞളും വേപ്പും തേക്കണം. മാറുന്നില്ലെങ്കിൽ ഗന്ധകരസായനം വിട്ടുമാറാത്ത വട്ടച്ചൊരയ്ക്ക് ബെസ്റ്റാ. എൻ്റെ പൊന്നു സാറേ, ഇത് ഇച്ചിരി കട്ടി കൂടിയ മലയാളമാണ്. എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് താണ ശബ്ദത്തിൽ ഇച്ചിരി ഒന്ന് തെളിവായ മലയാളത്തിലൊന്ന് ചോദിക്കണേ പ്ലീസ്. ആ ക്ഷേത്രത്തിലുള്ളവർക്ക് പ്രശ്നമില്ല, പാട്ട് കേട്ടവർക്ക് പ്രശ്നമില്ല, പാട്ട് പാടിയവർക്ക് പ്രശ്നമില്ല, കേട്ടവർക്ക് ആർക്കും ആനന്ദമല്ലാതെ സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. ഈ വെറുപ്പിന്റെ കൂട്ടരുടെ പ്രശ്നം എന്താണ്? എൻ്റെ പൊന്നു സാറേ, അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ഉള്ള കാര്യം പറയാമല്ലോ. ഇത് ക്രിസ്ത്യൻ പാട്ടാണെന്ന് പോലും ഞങ്ങൾക്ക് ഇതുവരെയും അറിയത്തില്ലായിരുന്നു കേട്ടോ. കാരണം എപ്പോൾ കേട്ടാലും ഒരു ഭജന സ്റ്റൈലിലായ കാരണം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടത്തേ ഉള്ളൂ. ചർച്ചിലൊന്നും പാടി ഞങ്ങൾ കേട്ടിട്ടില്ല. ഇനി കേട്ടാലോ വല്ലതും മനസ്സിലാകുമോ? എന്തോ കട്ടിയായ മലയാളമാണ്, ഇത്രയും വലിയ കട്ടിയായ മലയാളമൊന്നും ഞങ്ങൾക്ക് സത്യം പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് സംസ്കൃതമാകുന്ന മലയാളമാകുന്നു എന്നുള്ള ഒരു ആകപ്പാടെ ഒരു ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇനിയും ഇവർ പാടിയിട്ടുള്ള ബുദ്ധിമുട്ടാണോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ വിളിച്ചു പാടിച്ചു കേട്ടോ. അത് ഞാൻ സാറിനെ കേൾപ്പിച്ചു തരാം. തലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ, തലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ. ഇത് കേട്ടപ്പം ഏതാണ്ട് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായി. കാരണം പിശാചിന്റെ തലയെ തകർത്ത് ദൈവം കാൽവരി ക്രൂശിൽ ജയം തന്നു, അങ്ങനെയൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് മനസ്സിലായി. പിന്നെ മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഏക കർത്തനാം ദൈവം എന്നൊക്കെയുള്ളതൊന്ന് മനസ്സിലായി. എങ്കിലും മൊത്തം ഒന്നും മനസ്സിലായില്ല. പിന്നെ നമ്മുടെ ഈ കക്ഷി ഈ രംഗപ്രവേശനം ചെയ്തപ്പോഴാണ് ഏതാണ്ടൊക്കെ കുറച്ചൊന്ന് മനസ്സിലായത്. എന്താ നോക്കിക്കേ. ഇനിയും ആ പാട്ടൊന്ന് കേട്ടെ. തലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ, തലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ. മൂടിയ നെറുകയെത്തനെ മുടിക്കും ആദിനാഥനുര ചെയ്തദാനനിശമീ. പരദേവനതോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവുകർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ട് നിശമീ. പരദേവനതോ നമുക്ക് ഭജൻ എന്ന വാക്ക് തന്നെ ഭജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായത്. സേവിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക, ഭജിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തോടുള്ള ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നവയാണ് ഭജന കീർത്തനങ്ങൾ. കേൾവിക്കാരിലും അത് ഭക്തിയുടെ വിത്ത് വിതയ്ക്കും. പരദേവനഹോ എന്നാരംഭിക്കുന്ന വിദ്വാൻകുട്ടി ഭജനത്തിൻ്റെ ലക്ഷ്യവും മറ്റൊന്നല്ല. അതിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ദൈവപുത്രനോടുള്ള ആദരവ് പല മടങ്ങ് വർദ്ധിക്കുവാനിടയാകും. ബൈബിളിലെ ഒരു കാവ്യമായ 68-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി നടത്തിയ ഒരു സ്വതന്ത്ര പരിഭാഷയായിട്ടാണ് കവി ഈ ഭജനഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. ദാവീദ് രചിച്ച 35 വാക്യങ്ങളുള്ള സാമാന്യം ദീർഘമായ 68-ാം സങ്കീർത്തനത്തിൻ്റെ 19 മുതൽ 29 വരെയുള്ള 10 വാക്യങ്ങളാണ് ഭജനപ്പാട്ടിൻ്റെ മൂലാധാരം. നമ്മുടെ രക്ഷയാകുന്ന ദൈവത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം 68-ന്റെ 19-ാം വാക്യം തുടങ്ങുന്നത്. പരിത്രാണനത്തിൻ്റെ അധിപനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗാനവും ആരംഭിക്കുന്നത്. ദൈവം തൻ്റെ ശത്രുക്കളുടെ തല തകർക്കുന്ന കാര്യം 21-ാം വാക്യത്തിൽ പറയുമ്പോൾ നാഥൻ അതേ തന്നരികളിൽ വൻ തലയെ തകർക്കും എന്നാണ് 1-ാം ചരണത്തിൽ പറയുന്നത്.